ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഒപ്റ്റിക്സ് പേപ്പറിലെ നമ്മുടെ 6th ചാപ്റ്റർ പോളറൈസേഷൻ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോളറൈസേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ അല്ലെ, സ്കാറ്ററിങ് അങ്ങനെയുള്ള ഫിനോമിനകളൊക്കെ പറഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനോമിനയാണ് പോളറൈസേഷൻ. എന്താ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. റെസ്ട്രിക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ഈസ് നോൺ ആസ് പോളറൈസേഷൻ. അതായത് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ ഏതെങ്കിലും ഒരു സിംഗിൾ ഡയറക്ഷനിലായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഒന്നിലധികം ഡയറക്ഷനിലില്ല, ഒരു ഒറ്റ ഡയറക്ഷനിലായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനയെ നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. ലൈറ്റ് മാത്രമൊന്നുമല്ല പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന കാണിക്കുന്നുള്ളൂ. പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ, ഏതെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സംഗതിയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ ഒരു സിംഗിൾ ഡയറക്ഷനിൽ, അത് പ്ലെയിനിലാവാം അല്ലേ, ഒരു ലൈനിന് അലോങ് ആയിട്ടായിരിക്കാം അല്ലേ, അങ്ങനെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പോളറൈസേഷൻ എന്നാണ് അറിയപ്പെടുക. ഒരു പ്ലെയിനിലാണ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് പ്ലെയിൻ പോളറൈസേഷൻ എന്നാണ് പറയുക. ഒരു ലൈനിന് അലോങ് ആയിട്ടാണ് അത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് ലിനിയർലി പോളറൈസ്ഡ് എന്നാണ് പറയുക. ഒരു സ്ഫിയറിലാണ് പോളറൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് സ്പെറിക്കലി പോളറൈസ്ഡ് എന്നൊക്കെയാണ് പറയുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലൈറ്റിൻ്റെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ലൈറ്റിൻ്റെ കേസിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ സിംഗിൾ ഡയറക്ഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ. പോളറൈസേഷൻ ഓഫ് ലൈറ്റ് മീൻസ് റെസ്ട്രിക്ഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഇഫ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ എ പ്ലെയിൻ, such light is known as plane polarized light. If it is restricted along a line, it is known as linearly polarized. If it is restricted on the surface of a sphere, okay, it is known as spherically polarized light. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. linearly polarized light എന്താണ്, plane polarized light എന്താണ്, അതുപോലെ spherically polarized light ഏതാണ് എന്നൊക്കെ +2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ സോഴ്സ് ഒക്കെ നമുക്കറിയാം അല്ലേ. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് എപ്പോഴും സ്പെറിക്കലി പോളറൈസ്ഡ് ലൈറ്റ് മാത്രമാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാറുള്ളൂ. ഒരു ലിനിയർ സോഴ്സിൽ നിന്നാണെങ്കിൽ എപ്പോഴും നമുക്ക് സിലിണ്ടറിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആണ് ഒബ്റ്റെയിൻ ചെയ്യാറുള്ളൂ അല്ലേ. അതായത് വൈബ്രേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിൻ്റെ സർഫസിന് ആണെങ്കിൽ അത് സിലിണ്ടറിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ നമുക്കറിയാമല്ലോ, ലോക്കസ് എടുത്ത് നമ്മൾ വരച്ചു കഴിഞ്ഞൊരു സിലിണ്ടറാണ് കിട്ടുന്നതെങ്കിൽ നമ്മളത് സിലിണ്ടറിക്കലി പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് പറയുക. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും വലിയൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ +2 ക്ലാസ്സുകളിൽ ഈ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്. പിന്നെ ചില ലോസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാലൂസ് ലോ, ബ്രൂസ്റ്റേഴ്സ് ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മൾ പക്ഷേ അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് പോളറൈസേഷൻ? റെസ്ട്രിക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ഓക്കെ, പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ്റെ ഡയറക്ഷൻ ഒരു സിംഗിൾ ഡയറക്ഷൻ ആയിട്ട് അല്ലെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫിനോമിന, അതാണ് പോളറൈസേഷൻ. നോക്കുക, പോളറൈസേഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വൈബ്രേഷൻ ഓഫ് ഒപ്റ്റിക് ഫീൽഡ് ഓർ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ലൈറ്റ് വേവ് ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ അല്ലേ. അതായത് നോക്കുക, ഇതൊരു ലൈറ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്നത് അൺപോളറൈസ്ഡാ അല്ലേ. പല ഡയറക്ഷനിലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഈ ഡോട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ പ്ലെയിനിലാണ്, ഒരു പ്ലെയിനിന് അലോങ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് കരുതുക. ഇവിടെ നോക്കി നോക്കുക, ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് വൈബ്രേഷൻ ഓഫ് വിച്ച് ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് എങ്ങനെ അല്ലേ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക, മുന്നിലേക്കും മുന്നിലേക്കും. ഇവിടെ ഇതാണല്ലോ പ്ലെയിന്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഇറ്റ് ഈസ് ദ വൈബ്രേഷൻ ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ അല്ലെ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആണ് ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. മറ്റതൊക്കെ ഈ വൈബ്രേഷൻസ് ഒക്കെ ഇവിടെ ഈ ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിരിക്കുന്ന വൈബ്രേഷൻസ് ഒക്കെ എന്താണ്? ലൈസ് ഇൻ ദിസ് പ്ലെയിൻ, ഈ പ്ലെയിനിൽ തന്നെ ലൈ ചെയ്യുന്ന വൈബ്രേഷൻ ആണ്. അപ്പോൾ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് അല്ലേ. പല ഡയറക്ഷനിലായിട്ട് വൈബ്രേഷനും ഉണ്ട്. ഇതും ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. അപ്പോൾ ഇതും ഒരു അൺപോളറൈസ്ഡ് ലൈറ്റാണ്, സിംഗിൾ ഡയറക്ഷനിലുള്ള അല്ല വൈബ്രേഷൻ. എന്നാൽ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള 2 ലൈറ്റ് വേവ്സ് ആണ്. നോക്കി നോക്കി, ഒന്ന് ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ എങ്ങനെയാണ്? ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഹിയർ
the direction of vibration of the electric field is restricted in a single direction which is perpendicular to the plane. അല്ലേ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമാണ് എന്ത് ഉള്ളൂ, വൈബ്രേഷൻ ഉള്ളൂ, ഡോട്ട് മാത്രമേ ഉള്ളൂ. അല്ലേ, ഇവിടെയോ ഇറ്റ് ഈസ് ആൾസോ പോളറൈസ്ഡ് ലൈറ്റ് ബിക്കോസ് ഹിയർ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ്സ് ഇൻ ദിസ് പ്ലെയിൻ ഓൺലി, അല്ലെങ്കിൽ ദാറ്റ് വൈബ്രേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ ദിസ് പ്ലെയിൻ ഓൺലി. ഈ പ്ലെയിനിൽ മാത്രമാണ് വൈബ്രേഷൻ ഉള്ളൂ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊന്നുമില്ല, ഡോട്ടൊന്നുമില്ല. അല്ലേ, അപ്പോൾ നോക്കുക, ഇത് രണ്ടും പോളറൈസ്ഡ് ലൈറ്റിന് എക്സാമ്പിൾ ആണ്. നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ റെസ്ട്രിക്റ്റഡ് ടു ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ ആണ്, ഇത് ഡോട്ട് മാത്രമേ വരുന്നുള്ളൂ. ഇന്ന് അവിടെയോ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ റെസ്ട്രിക്റ്റഡ് ഇൻ ദിസ് പ്ലെയിൻ ഇറ്റ് സെൽഫ്, ഈ പ്ലെയിനിൽ മാത്രം ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ എന്ത് ചെയ്തിരിക്കുന്നു, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഞാനൊന്ന് റീകോൾ ചെയ്തതാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയാണ്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയാണ്. പോളറൈസേഷൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന എന്താണ് എന്ന് നോക്കാം. നോക്കുക, നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റിലേക്കൊക്കെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം, ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്, അതിലേക്ക് ലൈറ്റ് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഇവിടെ ആദ്യം എന്ത് ചെയ്യും, ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റിഫ്രാക്ഷൻ സംഭവിക്കണതിൻ്റെ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും, ഇവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട്, അല്ലേ, നോക്കുക, ഒരു റിഫ്രാക്റ്റഡ് റേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അപ്പുറത്ത് നമുക്കൊരു റിഫ്രാക്റ്റഡ് റേ ഒബ്റ്റെയിൻ ചെയ്യും. ഒരു റിഫ്രാക്റ്റഡ് റേ ആണ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ, അല്ലേ, അതാണ് സാധാരണ ഗ്ലാസ്സിലൊക്കെ നടക്കുന്ന റിഫ്രാക്ഷൻ. എന്നാൽ അനൈസോട്രോപിക് ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ക്വാഡ്സ്, ടോർമലൈന്, അതുപോലെ തന്നെ കാൽസൈറ്റ് പോലുള്ള മെറ്റീരിയൽസ്, അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്തു. അനൈസോട്രോപിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ക്വാഡ്സ്, കാൽസൈറ്റ് അല്ലെങ്കിൽ ടോർമലിൻ്റെ ഒരു ക്രിസ്റ്റൽ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റിനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ചു. ലൈറ്റിനെ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിഫ്രാക്റ്റഡ് റേസ് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായല്ലോ, രണ്ട് റിഫ്രാക്റ്റഡ് റേസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ആ രണ്ട് റിഫ്രാക്റ്റഡ് റേസും വിത്തിൻ ദ ക്രിസ്റ്റൽ നോൺ പാരലായിട്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. എന്നാൽ വെൻ കമ്മിങ് ഔട്ട്സൈഡ് ഫ്രം ദ ക്രിസ്റ്റൽ ദേ ബിക്കംസ് പാരലൽ. ഓക്കെ, ഈ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെന്തായിട്ടാണ് വരിക, പാരലായിട്ടാണ് വരിക. മനസ്സിലാക്കുക, വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ടു അനൈസോട്രോപിക് ക്രിസ്റ്റൽസ് സച്ച് ആസ് ക്വാഡ്സ്, ടോർമലിൻ, കാൽസൈറ്റ് എക്സെട്ര, refracted light waves, two refracted light waves will be obtained. Instead of one refracted light wave, we will obtain two refracted light waves which are non-parallel within the crystal, but when coming outside from the crystal they become parallel. Okay, ഇനി നോക്കുക, അതിൽ ഒരു റേനെ നമ്മൾ വിളിക്കുക എക്സ്ട്രാ ഓർഡിനറി റേ എന്നാണ് വിളിക്കുക, ഇ റേ എന്ന് വിളിക്കും. മറ്റേ റേനെ നമ്മൾ ഓർഡിനറി റേ എന്നുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് double refraction. When light is incident onto double refracting materials or anisotropic crystals such as quartz, tourmaline, calcite etc., there are two refracted light waves will be obtained. Those are non-parallel within the crystal, but when coming out from the crystal they are parallel. This phenomena is known as double refraction. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, the refracted ray which obey Snell's law is known as ordinary ray. അല്ലേ, നമുക്ക് Snell's law അറിയാലോ, sin I by sin R is equal to mu2 by mu1 എന്ന് പറയുന്ന Snell's law. ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് Snell's law, അല്ലേ. I ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, R ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, അല്ലേ. mu2 mu1 എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയംസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ്, അല്ലേ. അതൊക്കെ നമുക്കറിയാം, Snell's law അറിയാം. അപ്പോൾ ഈ ഓർഡിനറി റേ Snell's law ഒബേ ചെയ്യും, എക്സ്ട്രാ ഓർഡിനറി റേ Snell's law ഒബേ ചെയ്യില്ല. പിന്നെ വേറൊരു പ്രത്യേകത, ഇത് രണ്ടും എന്താണ്, ഈ രണ്ട് റേസും നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് റിഫ്രാക്റ്റഡ് റേസും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വേവ്സ് ആണ്, അല്ലെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് വേവ്സ് ആണ്. ഓക്കെ, ബോത്ത് എക്സ്ട്രാ ഓർഡിനറി റേ ആൻഡ് ഓർഡിനറി റേ ആർ പോളറൈസ്ഡ് ലൈറ്റ് വേവ്സ്. ദെയർ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഓർഡിനറി റേയുടെ പ്ലെയിൻ ഓഫ് പോളറൈസേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും എക്സ്ട്രാ ഓർഡിനറി റേയുടെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വെൻ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ടു അനൈസോട്രോപിക് ക്രിസ്റ്റൽസ് സച്ച് ആസ് ക്വാഡ്സ്, ടോർമലിൻ, കാൽസൈറ്റ് എക്സെട്ര, ആഫ്റ്റർ റിഫ്രാക്ഷൻ there are two refracted rays are obtained which are polarized. The plane of polarization of both are perpendicular to each other. They are non-parallel
within the crystal, but when coming out from the crystal they become parallel. One among those two rays obey Snell's law, which is known as ordinary ray. One does not obey Snell's law, is known as extraordinary ray. അപ്പോൾ അതാണ് ഡബിൾ റിഫ്രാക്ഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നോക്കുക, ഓർഡിനറി റേ കണ്ടു, നമ്മൾ എക്സ്ട്രാ ഓർഡിനറി റേ കണ്ടു. ഇവിടെയൊക്കെ പ്രത്യേകത എന്താണ്? ഓർഡിനറി റേ നോക്ക്, ഒബേ സ്നെൽസ് ലോ, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ 2 ബൈ മ്യൂ 1 എന്ന് പറയുന്ന സ്നെൽസ് ലോ ഒബേ ചെയ്യുന്ന റേ ആണ് ഓർഡിനറി റേ. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഓർഡിനറി റേയുടെ പ്രത്യേകത, ഇറ്റ്സ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അല്ലേ, ഏത് ഡയറക്ഷനിൽ അത് പോയിക്കോട്ടെ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഓർഡിനറി റേയുടെ മറ്റൊരു പ്രത്യേകത കേട്ടോ. സിംഗിൾ വെലോസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലായിടത്തും വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അല്ലേ, ഇത് ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഓർഡിനറി റേക്ക്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നതിനുള്ള ഫോർമുല എന്താ? സി ബൈ വി ആണ്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഓർഡിനറി റേയെ സംബന്ധിച്ചിടത്തോളം ഈ വിയും കോൺസ്റ്റന്റ് ആണ്, സിംഗിൾ വെലോസിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, നമ്മുടെ അനൈസോട്രോപിക് ക്രിസ്റ്റൽ ഓർഡിനറി റേക്ക് ഓഫർ ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ക്രിസ്റ്റൽ പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ഓർഡിനറി റേ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും പ്രത്യേകതകളാണ് ഓർഡിനറി റേക്ക് ഉള്ളത്. ഇനി എക്സ്ട്രാ ഓർഡിനറി റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പ്രത്യേകത പറഞ്ഞിട്ട് ഡസ് നോട്ട് ഒബേ സ്നെൽസ് ലോ, സ്നെൽസ് ലോ ഒബേ ചെയ്യുന്നില്ല. സൈൻ എ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ 2 ബൈ മ്യൂ 1 എന്ന് പറയുന്ന സ്നെൽസ് ലോ അത് ഒബേ ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെയോ ഓർഡിനറി റേയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറ്റ്സ് വെലോസിറ്റി ഈസ് വാരിയിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓർ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അല്ലേ, അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഓരോ ഡയറക്ഷനിലും പോകുമ്പോൾ ഡിഫറെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഒരു പ്രത്യേക വെലോസിറ്റി ആയിരിക്കും, വേറെ ഡയറക്ഷനിലാണെങ്കിൽ ആ വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നോക്കി നോക്കുക, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വാരിയിങ് ആണ്. അല്ലെ, ഇപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയ എന്താ അവസ്ഥ? വി വാരി ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യും? വാരി ചെയ്യും. അല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോട്ട് കോൺസ്റ്റന്റ് ഫോർ എക്സ്ട്രാ ഓർഡിനറി റേ, ഇറ്റ് വാരീസ് ബിക്കോസ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റേയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് എ വാരിയബിൾ. അല്ലെ, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ബോത്ത് ദീസ് ordinary and extraordinary rays are not parallel within the crystal, but when coming out from the crystal they are parallel each other. പിന്നെ വേറൊരു കാര്യം, both are polarized light waves, their plane of polarization are perpendicular to each other. അതായത് ഇയാൾ ഇങ്ങനെയാണെങ്കിൽ അല്ലേ, ഇയാൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നോക്കി നോക്കുക, അപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റലിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി റേസ്, അവയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അവയ്ക്ക് നമ്മൾ ക്രിസ്റ്റൽ ഓഫർ ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡിസസ് സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. അല്ലേ, ഒരാൾക്ക് കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓർഡിനറി റേക്ക്, എക്സ്ട്രാ ഓർഡിനറി റേക്ക് ഡിഫറൻ്റ് ആണ്, ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡിസസിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസ് ഈസ് നോൺ ആസ് എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ ഓർ ബൈ റിഫ്രിഞ്ചറൻസ്. ഓക്കെ, നോക്കുക, ഈ റിഫ്രാക്റ്റീവ് ഇൻഡിസസിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ എന്നോ ബൈ റിഫ്രഞ്ചറൻസ് എന്നോ പറയുക കേട്ടോ. അപ്പോൾ ബൈ റിഫ്രഞ്ചറൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ ആൻഡ് ഓർഡിനറി റേ ഒബ്റ്റെയിൻഡ് ഫ്രം ആൻ അനൈസോട്രോപിക് ക്രിസ്റ്റൽ വെൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നോക്കുക, അതിനെ നമുക്ക് ബൈ റിഫ്രഞ്ചറൻസിൻ്റെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ ഡെൽറ്റ മ്യൂ എന്ന് കാണിക്കാം. That is equal to mu e minus mu o ആണ്. mu e എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫേർഡ് ബൈ ദ ക്രിസ്റ്റൽ ഫോർ എക്സ്ട്രാ ഓർഡിനറി റേ ആണ്. mu o എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫേർഡ് ബൈ ദ ക്രിസ്റ്റൽ ഫോർ ദ ഓർഡിനറി റേ ആണ്. അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി റേ മറ്റേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ ദ ഓർഡിനറി റേ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഡബിൾ റിഫ്രാക്ഷനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഡബിൾ റിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈജൻസ് വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് ഡബിൾ റിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം. ഹൈജൻസ് വേവ് തിയറി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എവറി പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് ദ സോഴ്സ് ഓഫ് ദ സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്നുള്ളതാണ്. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് വേവ് ആണല്ലോ, ആ വേവിൽ ഉള്ള ഓരോ പോയിന്റ്സും അല്ലെ, ഇപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് നമുക്കൊരു കിട്ടുന്ന ആദ്യത്തെ ഒരു വേവിനെ നമുക്ക് പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം അല്ലേ. ആ പ്രൈമറി വേവ് ഫ്രണ്ടിൽ ഓരോ പോയിന്റും എന്താണ്? സെക്കൻഡറി വേവ്സിൻ്റെ സോഴ്സ് ആണ് അല്ലേ. അതിൽ നിന്നൊക്കെ എന്തുണ്ടാവും? സെക്കൻഡറി വേവ്സ് ഉണ്ടാവും എന്നതാണ് ഹൈജൻസ് വേവ് തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, ഇവിടെ ഡബിൾ റിഫ്രാക്ഷൻ്റെ കേസിൽ നമ്മളൊരു അനൈസോട്രോപിക് ക്രിസ്റ്റലിലേക്ക് ലൈറ്റ് ചെന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ്
അനൈസോട്രോപിക് ക്രിസ്റ്റൽസിനകത്ത് സെക്കൻഡറി വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് ഉണ്ടാക്കും. 2 തരത്തിലുള്ള സെക്കൻഡറി വേവ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സാധാരണ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സെക്കൻഡറി വേവ്സ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽസിൽ, ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസിൽ വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് there are two kinds of secondary waves are generated. Spherical secondary wavelets ഉണ്ടാവും, അതുപോലെ തന്നെ elliptical wavelets ഉണ്ടാവും. ഓക്കെ, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാവും, എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിന്റെ അല്ലേ ഓരോ പോയിന്റും എന്തായിട്ട് ആക്ട് ചെയ്യും? അടുത്ത സെക്കൻഡറി വേവ്സ് ഉണ്ടാക്കും അല്ലേ, അതിൻ്റെ ഓരോ പോയിന്റ്സും അടുത്ത സെക്കൻഡറി വേവ്സ് ഉണ്ടാക്കും അല്ലേ. ഈ സെക്കൻഡറി വേവ്സിനൊക്കെ നമ്മൾ ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ അല്ലേ, ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനൊക്കെ കിട്ടും. അപ്പോൾ ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അവ എന്താ പറയുക, ആ ലൈൻസ്, ആ വരയ്ക്കുന്ന ടാൻജൻസ് പാരലൽ ആണ് എന്ന് കാണാം. ഓക്കെ, ടാൻജൻസ് ഡ്രോൺ ത്രൂ ദ സെക്കൻഡറി സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ജനറേറ്റഡ് ഇൻ ദ ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽസ് ആർ പാരലൽ ഈച്ച് അതർ അല്ലേ, അവർ പാരലാണ്. അതുകൊണ്ട് തന്നെ ദേ കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ. അപ്പോൾ എല്ലാ ഈ എന്താ പറയുക, നമ്മുടെ ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് എന്തുണ്ടാക്കുന്നത്, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് പിന്നെ നമ്മുടെ ഓർഡിനറി റേ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഡിനറി റേ അല്ലേ, അതാണ് ഓർഡിനറി റേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കുക, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിൽ നമ്മൾ ആ ടാൻജൻസ് വരച്ച് കഴിഞ്ഞാൽ പാരലാണ് അല്ലേ. അപ്പോൾ അവയുടെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അങ്ങനെ പാരൽ ആയതുകൊണ്ട് ഒരു ആംഗിളും ഇല്ല അല്ലേ, ടാൻജൻസ് ആംഗിളൊന്നും മേക്ക് ചെയ്യണില്ല. അപ്പോൾ നോക്കി നോക്കുക, അവ കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻ, ദെർഫോർ ദേ ക്യാൻ കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിലും അതിനെ ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യാൻ സാധിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആണ്. വിച്ച് മീൻസ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഇൻ ഓൾ ഡയറക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സെക്കൻഡറി വേവ് ആണ് എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സ്. എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം നോക്കി നോക്കുക, ഇത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണെന്ന് ഇരുന്നത്. ഇതിൽ ഓരോ പോയിന്റും എന്താ ഉണ്ടാക്കുന്നത്? എലിപ്സുകളാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, എലിപ്സുകൾ. ആ എലിപ്സുകളുടെ പോയിന്റ് വീണ്ടും അടുത്ത എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഇൻ പാരലൽ, ദേ മേക്ക് ആംഗിൾസ് അല്ലേ. ദീസ് എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ജനറേഷൻ ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി റേസ്. ദേ മേക്ക് ആൻ ആംഗിൾ വിച്ച് മീൻസ് they cover different distance in regular അല്ലെങ്കിൽ their velocity is changing in different direction. അവരുടെ വെലോസിറ്റി എന്താണ്? ഡിഫറെൻ്റ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരം റേസിനെ നമ്മൾ എന്താ പറയുക? എക്സ്ട്രാ ഓർഡിനറി റേസ് എന്നാണ് പറയുക. മനസ്സിലായല്ലോ? ഇവിടെ എന്താ പറയുന്നത്? വിത്തിൻ ദ അനൈസോട്രോപിക് ക്രിസ്റ്റൽസ് ലൈറ്റ് വേവ്സ് ക്യാൻ ജനറേറ്റ് 2 kinds of secondary waves, spherical wave fronts and ellipsoidal wave fronts. Spherical wave fronts are responsible for the generation of the ordinary ray. If we draw tangents to these spherical along these spherical waves, all the tangents are parallel each other, so they can cover equal distance in equal say in a regular in a particular time interval in all directions, which means its velocity is constant in all direction. അതാണ് ഓർഡിനറി റേയുടെ വെലോസിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ് ആവുന്നത്. പക്ഷേ ഇവിടെ in the case of the light wave can also generate ellipsoidal wave front within the anisotropic crystal. If we draw tangents through these along these ellipsoidal wave fronts, they are not parallel, they make angles, so their velocity are different in different directions alle. That's why velocity of the extraordinary rays changes in different directions. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വെലോസിറ്റി ചേഞ്ചിങ് ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേരിയബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈജൻസ് വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഓർഡിനറി റേയുടെയും എക്സ്ട്രാ ഓർഡിനറി റേയുടെയും ഡിഫറൻസസ് നമുക്കൊരു ടേബിളിൽ ഒന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ ഓർഡിനറി റേസ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊരു ടേബിളിൽ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓർഡിനറി റേ നോക്കി നോക്ക്, ഒബേ സ്നെൽസ് ലോ ഒബേ ചെയ്യും. എക്സ്ട്രാ ഓർഡിനറി റേ ഡസ് നോട്ട് ഒബേ സ്നെൽസ് ലോ ഒബേ ചെയ്യില്ല. ഇനി ഓർഡിനറി റേ രണ്ടും പ്ലെയിൻ പോളറൈസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ഓർഡിനറി റേയും എക്സ്ട്രാ ഓർഡിനറി റേയും പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. പക്ഷേ
അവയുടെ പ്ലെയിൻ ഓഫ് പോളറൈസേഷന് ഡിഫറൻ്റ് ആണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ്റെ പ്രത്യേകത നോക്കാം. ഇവിടെ ഓർഡിനറി റേയുടെ കേസിൽ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഒപ്റ്റിക് ആക്സിസ് അല്ലെ. ആ ക്രിസ്റ്റലിന് ഒരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും. ആ ഒപ്റ്റിക് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈബ്രേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. ഇവിടെയോ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ആ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആയിരിക്കും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ രണ്ടും പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ. പിന്നെ നോക്കി നോക്കുക, നമ്മൾ പറഞ്ഞു ഓർഡിനറി റേ കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻ ഓൾ ഡയറക്ഷനിൽ, എല്ലാ ഡയറക്ഷനിലും ഒരേ വെലോസിറ്റി ആണ്. കാരണം സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് അത് ഉണ്ടാക്കുന്നത്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിൽ ടാൻജൻസ് വരയ്ക്കുമ്പോൾ പാരലായിട്ടാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നോക്കി നോക്ക്, എക്സ്ട്രാ ഓർഡിനറി റേസ് ആവട്ടെ വെലോസിറ്റി ഈസ് ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ അല്ലേ. ഡിഫറൻറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. കാരണം എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സ് ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്, എക്സ്ട്രാ ഓർഡിനറി റേസ് ജനറേറ്റ് ചെയ്യുന്നത്. എലിപ്സോയിഡൽ വേവ് ഫ്രണ്ട്സിൽ ടാൻജൻസ് വരയ്ക്കുമ്പോൾ പാരലല്ല ഒരു ആംഗിളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫറൻറ്റ് വെലോസിറ്റി ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് വരിക. ഓർഡിനറി റേയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കാണുന്നുള്ള ഫോർമുല മ്യൂസ് ഈക്വൽ ടു സി ബൈ വി ഒ ആണ്. ഓക്കെ. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വി ഒ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് ദ ഓർഡിനറി റേ. ഓർഡിനറി റേയുടെ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ രണ്ട് തരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. നമ്മളിനി നെക്സ്റ്റ് ടോപ്പിക് അതാണ്, പോസിറ്റീവ് ക്രിസ്റ്റൽസും നെഗറ്റീവ് ക്രിസ്റ്റൽസും. അപ്പോൾ പോസിറ്റീവ് ക്രിസ്റ്റൽസിൻ്റെ കേസിലാണെങ്കിൽ മ്യൂസ് ഈക്വൽ ടു സി ബൈ വി മിനിമം ആണ്. എന്താ ഈ വി മിനിമം എന്ന് പറയുന്നത്? നമുക്കറിയാം ഇവിടെ എക്സ്ട്രാ ഓർഡിനറി റേയുടെ വെലോസിറ്റി ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ പല വെലോസിറ്റികളുണ്ട്. അതിൽ ഏറ്റവും മിനിമം വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ കിട്ടുന്നത് ആ വെലോസിറ്റി എടുക്കുക. സി ബൈ വി മിനിമം ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും പോസിറ്റീവ് ക്രിസ്റ്റൽസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി റേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ ഇൻ നെഗറ്റീവ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് മ്യൂസ് ഈക്വൽ ടു സി ബൈ വി മാക്സിമം ആണ് അല്ലേ. വി മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെലോസിറ്റികൾ ഉണ്ടായിരിക്കും അതിനകത്ത്, പല ഡയറക്ഷനിൽ പല വെലോസിറ്റിയാണ്. അതിൽ ഹയസ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി എടുക്കുക, സി ബൈ വി മാക്സിമം ചെയ്യുക. അതായിരിക്കും നെഗറ്റീവ് ക്രിസ്റ്റൽസിനകത്തുള്ള പിന്നെ എക്സ്ട്രാ ഓർഡിനറി റേയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് ആണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഓർഡിനറി റേസ് എക്സ്ട്രാ ഓർഡിനറി റേ എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പോസിറ്റീവ് ക്രിസ്റ്റൽ നെഗറ്റീവ് ക്രിസ്റ്റൽ ഇതെന്താണ് എന്ന് ഒന്ന് നോക്കാം. ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വേവ് ഫ്രണ്ട്സ് ജനറേറ്റ് ചെയ്യും. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാവും, എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഉണ്ടാവുന്ന എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് അല്ലേ, ഇതാണ് എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ്. ആ എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് നമ്മുടെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് എൻക്ലോസ് ചെയ്ത് കിടക്കുകയാണെന്ന് കരുതുക. ഇഫ് എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ്, ദീസ് എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ബൈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്. ഓക്കെ. എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ഉള്ളിലും സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് പുറത്തുമാണെങ്കിൽ, ഇഫ് എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ബൈ ദ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് സച്ച് ക്രിസ്റ്റൽസ് ആർ നോൺ ആസ് പോസിറ്റീവ് ക്രിസ്റ്റൽസ്. അപ്പോൾ അങ്ങനത്തെ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? പോസിറ്റീവ് ക്രിസ്റ്റൽസ് എന്ന് പറയുക. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. അതായത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിന് അത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ്, എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്? എൻക്ലോസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് പുറത്തും സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഉള്ളിലും. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെ നമ്മൾ നെഗറ്റീവ് ക്രിസ്റ്റൽസ് എന്നാണ് പറയുക. ഓക്കെ. ഒന്നുകൂടി പറയാം. ഇഫ് ദ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്, ഇഫ് ദ എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ബൈ spherical wavefronts, such crystals are known as positive crystals. If spherical wavefronts are enclosed by elliptical wavefronts, such wavefronts are known as negative crystals. Okay. ഇനി നോക്കി നോക്കുക അതിൻ്റെ മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ നോക്കി, എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്, പോസിറ്റീവ് ക്രിസ്റ്റൽസിനകത്ത്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് പുറത്തും എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് അകത്തും. ഇവിടെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് ഇൻ എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ്, എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് പുറത്തും സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് അകത്തും. ഇനി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, വേറെ വ്യത്യാസങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് പോസിറ്റീവ് ക്രിസ്റ്റൽസിനകത്ത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് പുറത്ത് അല്ലേ. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് പുറത്തായതുകൊണ്ട് തന്നെ ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന നമ്മുടെ ലൈറ്റ് റേ ആയിട്ടുള്ള ഓർഡിനറി റേക്ക് ആയിരിക്കും വെലോസിറ്റി കൂടുതൽ. ഓക്കെ. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണല്ലോ പുറത്ത്, അപ്പോൾ ഓർഡിനറി റേസിനായിരിക്കും എക്സ്ട്രാ ഓർഡിനറി റേസിനേക്കാൾ. എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് എക്സ്ട്രാ ഓർഡിനറി റേ ഉണ്ടാക്കുന്നത്, സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് ഓർഡിനറി റേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർഡിനറി റേക്ക് എക്സ്ട്രാ ഓർഡിനറി റേനേക്കാൾ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഹിയർ വെലോസിറ്റി ഓഫ് ഓർഡിനറി റേസ് ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേസ് അല്ലേ. വി ഒ ഗ്രേറ്റർ ദാൻ വി ഇ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമ്മുടെ ഇൻസിഡൻറ്റ് റേ ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്റ്റലിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ,
അതെങ്ങാനും ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായാൽ, if incident ray is parallel with the optic axis, velocity of ordinary and extraordinary rays will be equal. അപ്പോൾ VO is equal to VE എന്നാവും. വെലോസിറ്റി ഓഫ് ഓർഡിനറി റേയും വെലോസിറ്റി ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി എക്സ്ട്രാ ഓർഡിനറി റേയിലോ പുറത്തുള്ള ആളാരാണ്? എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ്. എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി റേ ആയിരിക്കും അല്ലേ? അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റേക്ക് ആയിരിക്കും ഓർഡിനറി റേയേക്കാൾ വെലോസിറ്റി. Okay, here velocity of extraordinary ray is greater than velocity of the ordinary ray. Okay, velocity of extraordinary ray എന്തായിരിക്കും? velocity of ordinary rayയേക്കാൾ കൂടുതലായിരിക്കും. VE greater than VO ആണ്. velocity of extraordinary ray is greater than ordinary ray. VE greater than VO. പക്ഷെ ഇവിടെയും ഇൻസിഡന്റ് റേ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആണെങ്കിൽ VO equal to VE ആയിരിക്കും. രണ്ട് റേസിന്റെയും വെലോസിറ്റികൾ ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുന്നുള്ള ഇക്വേഷൻ എന്താ? C/V ആണ്. അപ്പോൾ വെലോസിറ്റി കൂടിയതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, വെലോസിറ്റി കുറഞ്ഞതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇവിടെ പോസിറ്റീവ് ക്രിസ്റ്റൽസിനകത്ത് നമ്മൾ കണ്ടു ഓർഡിനറി റേക്ക് വെലോസിറ്റി കൂടുതലാണ്, എക്സ്ട്രാ ഓർഡിനറി റേക്ക് വെലോസിറ്റി കുറവാണ്. അപ്പോൾ നോക്കി നോക്കുക, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം എന്തായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ordinary ray is less than refractive index of extraordinary ray അല്ലേ? അപ്പോൾ here refractive index of ordinary ray is less than extraordinary ray. mu o less than mu e ആണ്. VO greater than VE ആയതുകൊണ്ട് C/V എന്നുള്ള റിലേഷൻ അനുസരിച്ചിട്ട് mu o less than mu e ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെയും അതെ ഇൻസിഡന്റ് റേക്ക് പാരലൽ, ഇൻസിഡന്റ് റേ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആണെങ്കിൽ mu o ഈക്വൽ ടു mu e ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ നെഗറ്റീവ് ക്രിസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാലോ, നെഗറ്റീവ് ക്രിസ്റ്റലിൽ എക്സ്ട്രാ ഓർഡിനറി റേക്കാണ് വെലോസിറ്റി കൂടുതൽ അല്ലേ? നോക്കുക, എക്സ്ട്രാ ഓർഡിനറി റേക്ക് വെലോസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി റേക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നോക്കുക, ഹിയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ ഈസ് ലെസ് ദാൻ ഓർഡിനറി റേ. mu e ലെസ് ദാൻ mu o ആണെന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ഇവിടെയും ഇൻസിഡന്റ് റേ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആണെങ്കിൽ mu o ഈക്വൽ ടു mu e ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ രണ്ട് കേസിലും ബൈ റിഫ്രഞ്ചറൻസ് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ നോക്കി നോക്ക്, വലുതെന്ന് ചെറുത് കുറച്ചിട്ടാണ് നമ്മൾ ബൈ റിഫ്രഞ്ചറൻസ് കാണാറുള്ളത് അല്ലേ? നമുക്കറിയാലോ റിഫ്രാക്റ്റീവ് ഇൻഡിസസിന്റെ ഡിഫറൻസ് ആണല്ലോ ബൈ റിഫ്രഞ്ചറൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ക്രിസ്റ്റലിനകത്ത് എക്സ്ട്രാ ഓർഡിനറി റേക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ നമ്മൾ mu e മൈനസ് mu o ആയിരിക്കും അവിടുത്തെ ബൈ റിഫ്രഞ്ചറൻസ്. എന്താ വരിക? വലുതെന്ന് ചെറുത് കുറയ്ക്കുക ചെയ്യുക അല്ലേ? mu e മൈനസ് mu o ആയിരിക്കും എമൗണ്ട് ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ബൈ റിഫ്രഞ്ചറൻസ്. ഇവിടെ വലുതെന്ന് പറയുന്നത് mu o ആണ് നെഗറ്റീവ് ക്രിസ്റ്റലിൽ. അപ്പോൾ എന്ത് വരും? mu o മൈനസ് mu e ആയിരിക്കും ഇവിടുത്തെ ബൈ റിഫ്രഞ്ചറൻസ് എന്ന് ഓർത്തിരിക്കുക. ഇനി എക്സാമ്പിൾസ് നോക്കുക. നമ്മുടെ പോസിറ്റീവ് ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ആണ് നമ്മളെ ക്വാഡ്സ് ക്രിസ്റ്റൽ, ക്വാഡ്സ്. ഓക്കെ, ക്വാഡ്സ്. ഇവിടെ നെഗറ്റീവ് ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ് കാൽസൈറ്റ്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് ആണ് പോസിറ്റീവ് ക്രിസ്റ്റൽസും നെഗറ്റീവ് ക്രിസ്റ്റൽസും തമ്മിലുള്ളത്. ഒന്നുകൂടി പറയാം. ഇൻ പോസിറ്റീവ് ക്രിസ്റ്റൽസ് എലിപ്റ്റിക്കൽ വേവ് ഫ്രണ്ട്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ്. വെലോസിറ്റി ഓഫ് ഓർഡിനറി റേ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എക്സ്ട്രാ ഓർഡിനറി റേ. Refractive index of ordinary ray less than refractive index of extraordinary ray. Okay, example quartz. In the case of negative crystals, spherical wavefronts are enclosed by elliptical wavefronts. Velocity of extraordinary ray greater than velocity of ordinary ray. Refractive index of extraordinary ray less than refractive index of ordinary ray. Example calcite. Okay, പിന്നെ നമ്മൾ ഒപ്റ്റിക് ആക്സിന് പാരലൽ ആവുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡിസസും ഈക്വൽ ആണ്, അതുപോലെ തന്നെ വെലോസിറ്റികളും ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കുക. ബൈ റിഫ്രഞ്ചറൻസ് എപ്പോഴും ലാർജ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് സ്മോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് കുറയ്ക്കുക. അപ്പോൾ ഓർഡിനറി റേയുടെ കേസിലാണെങ്കിൽ mu e മൈനസ് mu o ആണ്. പോസിറ്റീവ് ക്രിസ്റ്റൽസിൻ്റെ കേസിലാണെങ്കിൽ mu e മൈനസ് mu o ആണ്. എന്നാൽ നെഗറ്റീവ് ക്രിസ്റ്റലിൻ്റെ കേസിലാണെങ്കിൽ mu o മൈനസ് mu e ആണ് ബൈ റിഫ്രഞ്ചറൻസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്രിസ്റ്റൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റിറ്റാർഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽസ്, ക്വാഡ്സ്, കാൽസൈറ്റ് ഒക്കെ പറഞ്ഞല്ലോ, അവയുടെയൊക്കെ യൂണിഫോം പ്ലേറ്റ് ആണ് ഈ റിറ്റാർഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണെന്നറിയോ? ആ യൂണിഫോം പ്ലേറ്റിൻ്റെ പ്ലെയിൻ ഉണ്ടല്ലോ, പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ് അല്ലെ, ആ പ്ലേറ്റിൻ്റെ പ്ലെയിന്, ആ പ്ലെയിനിലായിരിക്കണം എന്ത് കിടക്കേണ്ടത്? ഒപ്റ്റിക് ആക്സിസ് കിടക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് retarders are the uniform thin plates of birefringent materials such as quartz, calcite, etc. in which a optic axis lies in the exactly on the plane of the plate. ആ പ്ലേറ്റിൻ്റെ പ്ലെയിൻ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു പ്ലെയിനിലായിരിക്കണം അല്ലേ
എന്ത് കടക്കേണ്ടത്, ഒപ്റ്റിക് ആക്സിസ് കടക്കേണ്ടത്. അപ്പോൾ അതാണ് റിറ്റാർഡേഴ്സിൻ്റെ പ്രത്യേകത. ഓക്കെ, നോക്കുക. യൂണിഫോം പ്ലേറ്റ്സ് ഓഫ് ബൈറിഫ്രഞ്ചന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് ക്വാർട്സ്, കാൽസൈറ്റ് എക്സെട്ര ഓഫ് വിച്ച് ഒപ്റ്റിക് ആക്സിസ് ലൈസ് എക്സാക്ട്ലി ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇതാണ് ഒപ്റ്റിക് ആക്സിസ് എങ്കിൽ ഇതാ ഈ പ്ലെയിനിലാണ് ഒപ്റ്റിക് ആക്സിസ് കിടക്കുന്നത്. ആ രീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് യൂണിഫോം പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൻസിറ്റി എല്ലായിടത്തും ഒരുപോലെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡെൻസിറ്റി ഓരോരുത്തും കൂടും കുറയൊന്നുമില്ല, എല്ലായിടത്തും ഡെൻസിറ്റി ഒരുപോലെയാണ്. ഓക്കെ, യൂണിഫോം പ്ലേറ്റ്സ് ഓഫ് ബൈറിഫ്രഞ്ചന്റ് മെറ്റീരിയൽസ് ഓർ ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽസ് ഇൻ വിച്ച് ഒപ്റ്റിക് ആക്സിസ് ലൈസ് എക്സാക്ട്ലി ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ്. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ ഡബിൾ റിഫ്രാക്റ്റിംഗ് ക്രിസ്റ്റൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു ഡബിൾ റിഫ്രാക്റ്റിംഗ് മെറ്റീരിയൽ തന്നെയാണല്ലോ. നമ്മൾ ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ നടന്നിട്ട് നമുക്ക് 2 റിഫ്രാക്റ്റഡ് റേസ് കിട്ടും. ഓർഡിനറി റേയും കിട്ടും, എക്സ്ട്രാ ഓർഡിനറി റേയും കിട്ടും. ഓക്കെ, നോക്കുക. വെൻ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ ടു ഇറ്റ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ്. ഇതിനെ നമുക്ക് 2 ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക. ദർ ആർ 2 ടൈപ്സ് ഓഫ് റിറ്റാർഡേഴ്സ്, ക്വാർട്ടർ വേവ് പ്ലേറ്റും ഹാഫ് വേവ് പ്ലേറ്റും. ഓക്കെ, ദേ ആർ ഡിഫർ ഇൻ ദെയർ ആക്ഷൻസ്. അവയുടെ ആക്ഷൻസിനനുസരിച്ചിട്ടാണ്. രണ്ടും എന്ത് തന്നെയാണ്, യൂണിഫോം പ്ലേറ്റ്സ് ഓഫ് ദ ബൈറിഫ്രഞ്ചന്റ് മെറ്റീരിയൽസ് ഇൻ വിച്ച് ഒപ്റ്റിക് ആക്സിസ് ലൈസ് എക്സാക്ട്ലി ഓൺ ദ പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ് തന്നെയാണ്. പക്ഷേ അവരുടെ ആക്ഷൻസിലാണ് വ്യത്യാസം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ക്വാർട്ടർ വേവ് പ്ലേറ്റും ഹാഫ് വേവ് പ്ലേറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണ് പറയണത്. ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് പറയുന്നത് റിറ്റാർഡർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം പ്ലേറ്റ്സ് ഓഫ് ദ ബൈറിഫ്രഞ്ചന്റ് മെറ്റീരിയൽ ഇൻ വിച്ച് ഒപ്റ്റിക് ആക്സിസ് ലൈസ് എക്സാക്ട്ലി ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പ്ലേറ്റ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ റിറ്റാർഡറിൻ്റെ തിക്നെസ്, അതിൽ നിന്ന് നമുക്കറിയാലോ എക്സ്ട്രാ ഓർഡിനറി റേയും ഓർഡിനറി റേയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ആ എക്സ്ട്രാ ഓർഡിനറി റേയുടെയും എക്സ്ട്രാ ഓർഡിനറി റേയുടെയും ഇടയിലുള്ള പാത്ത് ഡിഫറൻസ്, ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് λ/4 കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ തിക്നെസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിറ്റാർഡറിനെ നമ്മൾ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്നാണ് വിളിക്കുക. ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഈസ് സച്ച് എ റിറ്റാർഡർ ഓഫ് which thickness is adjusted as we get λ/4 optical path difference between ordinary and extraordinary rays coming out from it. അല്ലേ, അതിൽ നിന്ന് പുറത്തു വരുന്ന ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസിൻ്റെ ഇടയിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് λ/4 കിട്ടുന്ന രീതിയിൽ തിക്നെസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിറ്റാർഡർ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്നാണ് അറിയപ്പെടുക. നോക്ക്, in the case of quarter wave plate, thickness is adjusted as we get λ/4 path difference between the ordinary and extraordinary ray. Ordinary, extraordinary ray, ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ അല്ലേ. ഇതിങ്ങനെ ഡബിൾ റിഫ്രാക്ഷൻ്റെ ഫലമായിട്ട് ഈ റേ കിട്ടും നമുക്ക്, അതുപോലെ ഓ റേ കിട്ടും അല്ലേ. അവരുടെ നമുക്കറിയാം പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഒക്കെ എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് എന്നൊക്കെ നമുക്കറിയാം. അവരുടെ ഇടയിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/4 ആണെങ്കിൽ അല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ ഒരു റിറ്റാർഡർ നമുക്ക് ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിക്കാം. നോക്കുക, ഇവിടെ പോസിറ്റീവ് ക്രിസ്റ്റൽ ആണെങ്കിൽ ഈ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് കാണുന്നതിനുള്ള ഫോർമുല എന്ത് വരും, μe - μo d എന്ന് വരും. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡി ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസും മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണെങ്കിലും മ്യൂ ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് ആണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ പാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ജോമെട്രിക്കൽ പാത്താണ് എന്ത് വരിക, ഒപ്റ്റിക്കൽ പാത്ത് വരിക. ഇവിടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി റേ μe d ആണ് ഒപ്റ്റിക്കൽ പാത്ത് കവർ ചെയ്യുക, ഓർഡിനറി റേ μo d ആണ് കവർ ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് μe - μo d ആണ്. പോസിറ്റീവ് ക്രിസ്റ്റൽ കേട്ടോ, കാരണം പോസിറ്റീവ് ക്രിസ്റ്റൽ μe ഗ്രേറ്റർ ദാൻ μo ആയതുകൊണ്ടാണ്. നെഗറ്റീവ് ക്രിസ്റ്റലാണ് ഇത് നേരെ തിരിയും, μo - μe × d ആയിരിക്കും ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് വരിക. എന്തായാലും ഈ μe - μo × d എത്രയായിട്ട് സെറ്റ് ചെയ്യണം നമുക്ക്, λ/4 അല്ലെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു λ/4 എന്ന് കൊടുക്കുക. അപ്പോൾ തിക്നെസ് ഓഫ് ക്വാർട്ടർ വേവ് പ്ലേറ്റ് നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്, d തിക്നെസ് ഓഫ് ദ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണ് d എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീനെ അവിടെ നിർത്തുക. μe - μo അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, ബൈ ആവും. അപ്പോൾ നമുക്ക് തിക്നെസ് ഓഫ് ക്വാർട്ടർ വേവ് പ്ലേറ്റ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് എടുക്കേണ്ടത്, d is equal to λ/4 μe - μo. ലാംഡ എന്താണ്, വേവ് ലെങ്ത് ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ആണ്. μe എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി റേ ആണ്. μo എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഓർഡിനറി റേ ആണ്. ഇത് പോസിറ്റീവ് ക്രിസ്റ്റലാണ് തിക്നെസ് ഓഫ് ദ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഇങ്ങനെ വരുന്നത്, d is equal to λ/4 × μe - μo. നെഗറ്റീവ് ക്രിസ്റ്റൽ ആണെങ്കിൽ ഇപ്പോൾ ക്വാർട്സിലൊക്കെ എങ്ങനെയാണ് വരിക, കാരണം ക്വാർട്സ് ഒരു പോസിറ്റീവ് ക്രിസ്റ്റലാണ്, d is equal to λ/4 × μe - μo ആണ് വരിക. എന്നാൽ കാൽസൈറ്റിനെ പോലെയുള്ള നെഗറ്റീവ് ക്രിസ്റ്റലാണെങ്കിൽ d is equal to λ/4 × μo - μe വരിക, കാരണം μo ഗ്രേറ്റർ ദാൻ μe ആണ് അവിടെ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ക്വാർട്ടർ വേവ് പ്ലേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. റിറ്റാർഡർ ഓഫ് വിച്ച് തിക്നെസ് ഈസ് adjusted as we get a λ/4 path difference between ordinary and extraordinary ray. Okay, if d is the thickness
lambda is the wavelength of the incident light wave, then optical path difference is equal to mu e minus mu o into d, that must be lambda by 4. So thickness of the quarter wave plate will be obtained as d is equal to lambda by 4 into mu e minus mu o. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വാർട്ടർ വേവ് പ്ലേറ്റ് അല്ലെങ്കിൽ ഹാഫ് വേവ് പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളതാണ്. അവിടെ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് തരും, എക്സ്ട്രാ ഓർഡിനറി റേഡിയും ഓർഡിനറി റേഡിയും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡിസുകൾ തരും, എന്നിട്ട് അതിൻ്റെ തിക്നെസ് കാണാനൊക്കെ ഉള്ള ഡയറക്റ്റ് ഈ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വരാറുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ക്വാർട്ടർ വേവ് പ്ലേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഇവിടെ ഹാഫ് വേവ് പ്ലേറ്റും ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം. ഹാഫ് വേവ് പ്ലേറ്റ് എന്തായിരിക്കും? ഹാഫ് വേവ് പ്ലേറ്റ് നോക്ക്, നമ്മൾ എന്ത് ചെയ്യാണ്? റിറ്റാർഡ് തന്നെയാണ്, പക്ഷേ തിക്നെസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേഡിയയിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് λ/2 കിട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നോക്ക്, തിക്നെസ് ഈസ് അഡ്ജസ്റ്റഡ് ആസ് വി ഗെറ്റ് λ/2 പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേ. ഓക്കെ, അപ്പോൾ അതായത് എക്സ്ട്രാ ഓർഡിനറി റേഡിയും ഓ റേഡിയും ഇടയിൽ അല്ലെ ഓർഡിനറി റേഡിയ ഇടയിലുള്ള പാത്ത് ഡിഫറൻസ് mu e minus mu o into d തന്നെയാണ് തിക്നെസ് ഓഫ് ദ ബൈറിഫറൻജന്റ് മെറ്റീരിയൽ ഓർ പ്ലേറ്റ് എന്ന് പറയുന്നത് d ആണെങ്കിൽ ഇത് എത്രയാണ്? λ/4 അല്ല സെറ്റ് ചെയ്യേണ്ടത്, λ/2 ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക തിക്നെസ് ഓഫ് ദ ഹാഫ് വേവ് പ്ലേറ്റ്, അപ്പോൾ എത്ര വരും നമുക്ക്? d is equal to λ/2 ആണ് ഇവിടെ അല്ലേ, mu e minus mu o അങ്ങനെ വരും. തിക്നെസ് ഓഫ് ദ ഹാഫ് വേവ് പ്ലേറ്റ് കാണുന്നുള്ള ഫോർമുല എന്താണ്? d is equal to λ/2 into mu e minus mu o. ഓക്കെ, അപ്പോൾ എന്താണ് ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാഫ് വേവ് പ്ലേറ്റ് ഈസ് ദ റിറ്റാർഡർ in which thickness is adjusted as we get λ/2 path difference between ordinary and extraordinary rays. That means mu e minus mu o into d is equal to λ/2. Therefore thickness of the half wave plate d is equal to λ/2 into mu e minus mu o. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഹാഫ് വേവ് പ്ലേറ്റിൽ നമ്മൾ പറഞ്ഞു ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേയുടെ അല്ലേ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എത്രയാവണം? λ/2 ആവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഫേസ് ഡിഫറൻസ് എത്രയാവും ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ കേസിൽ? ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ കേസിലുള്ള ഫേസ് ഡിഫറൻസ് കാണുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ Δ∅ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2π/λ ഇൻറ്റു ഇവിടെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? ഹാഫ് വേവ് പ്ലേറ്റ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/2 ആണ് അല്ലേ. അപ്പോൾ λ/2 എന്ന് വരും. അപ്പോൾ λ കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, അപ്പോൾ Δ∅ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? π ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസ് കമ്മിങ് ഫ്രം എ ഹാഫ് വേവ് പ്ലേറ്റ് ഈസ് പൈ റേഡിയൻ ഓർ 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഹാഫ് വേവ് പ്ലേറ്റ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേസിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ആണ്. ഓഫ് കോഴ്സ് ഇവിടെ പാത്ത് ഡിഫറൻസ് λ/2 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ആണ്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ, ഹാഫ് വേവ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് λ/2 optical path difference between ordinary and extraordinary ray, or it introduce pi radian phase difference or 180 degree phase difference between ordinary and extraordinary ray. ഇത് നമുക്ക് നേരെ ക്വാർട്ടർ വേവ് പ്ലേറ്റിലും പറയാം കേട്ടോ. ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ നമ്മൾ പറഞ്ഞു Δ∅ is equal to 2π/λ into Δs ആണെന്ന് പറഞ്ഞു. Δs എത്രയാണ് ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ കേസിൽ? λ/4 ആണ്. ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറിയുടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് λ/4 ആണ്. λ നമ്മൾ കട്ട് ചെയ്തു, ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വരും. അപ്പോൾ π/2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കി നോക്ക്, ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറിയുടെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാത്ത് ഡിഫറൻസ് λ/4 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? π/2 റേഡിയൻ ഓർ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഇൻട്രൊഡ്യൂസസ് λ/4 optical path difference between ordinary and extraordinary ray, or it introduce π/2 radian or 180 degree phase difference between ordinary and extraordinary rays. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വാർട്ടർ വേവ് പ്ലേറ്റ്, ഹാഫ് വേവ് പ്ലേറ്റ്, റിറ്റാർഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ റിറ്റാർഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഓഫ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്, പ്രൊഡക്ഷൻ ഓഫ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്
യൂസിങ് ക്വാർട്ടർ വേവ് പ്ലേറ്റ്, ഹാഫ് വേവ് പ്ലേറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.